ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കിഡിലൻ ഹൈക്കിങ്ങിന് വന്നേക്കാണ്. സൂസമേരിയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഹൈക്കിംഗ് സ്പോട്ടായ റോബർട്ട്സൺ ക്ലിഫ് കയറാൻ വേണ്ടി വന്നേക്കാണ്. ഈ ക്ലിഫ് എന്ന് പറഞ്ഞാൽ ഒരു 2-3 ഹൈക്കിംഗ് ട്രയൽസ് ഉണ്ട് ഇവിടെ. അവിടെ ഒരു 3-3.5 കിലോമീറ്റർ ഹൈക്ക് ചെയ്തിട്ട് ഒരു അടിപൊളി വ്യൂ കാണാനാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ കാനഡയിലൊരു മെയിൻ ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ഓട്ടം സീസണാണ്. അതുകൊണ്ട് ഇപ്പം എല്ലാ മരങ്ങളും നല്ല റെഡ് കളർ, മഞ്ഞ, ഒരു നല്ലൊരു റെഡിഷ് കളറൊക്കെ ആയിട്ട് നിൽക്കുന്ന ടൈമാണ്. ആ ടൈമിൽ മുകളിൽ കയറി കാണുന്ന ആ ഒരു വ്യൂ ആണ് ഏറ്റവും കിട്ടില്ല. അപ്പോൾ ആ വ്യൂ കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നേക്കണം. അപ്പോൾ ഇനി വേറെ ഒന്നും പറയാനുള്ള. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ അത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തണം. ഇനി ഒരു 1.1 കിലോമീറ്റർ, ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഗൈസ്, ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി നടക്കണം. എന്നാലും അവസാനത്തെ ആ വ്യൂ കാണാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് ഞങ്ങൾ കയറും. ഫോൾ സീസൺ ആയതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. മൊത്തം ഇലകളൊക്കെ ഒരു
ഓറഞ്ച് റെഡ് കളറൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ മരത്തുമ്മയുണ്ട്, കുറേ താഴെ വീണ് കിടക്കുന്നുണ്ട്. താഴെയൊക്കെ നോക്കി കാണാൻ നിറച്ച് ഇലകളിങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. വഴി തെറ്റിപ്പോയാ? അല്ലല്ല, ആ വഴിയാ, ആ വഴി. അതെ, അവിടെ ഉണ്ട്. നമ്മളിങ്ങനെ വഴി നോക്കി പോയില്ലെങ്കിൽ വഴി തെറ്റും. അതായത് ഓരോ മരത്തും ഇങ്ങനെ വെള്ള കളറ് ഓരോ സംഭവം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒട്ടിച്ചല്ല, ആണി വെച്ച് അടിച്ച് വെച്ചിട്ടുണ്ട്. അത് നോക്കി പോയില്ലെങ്കിൽ വഴി തെറ്റും. അപ്പോൾ ഒരു സ്പോട്ടിലെത്തി കഴിയുമ്പോൾ അടുത്ത മരത്തുമ്പോൾ എവിടെയാ വെള്ള കളറ് ഈ സംഭവം വെച്ചേക്കണേ അത് നോക്കിയിട്ട് വേണം പോകാൻ. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത സംഭവം അവിടെ കാണാൻ പറ്റും. അത് നോക്കിയിട്ട് വേണം കയറാൻ, അല്ലെങ്കിൽ വഴി തെറ്റിപ്പോയി പണി കിട്ടും. ഓ, പിന്നെ നല്ല തണുപ്പുണ്ട്. അറിയാലോ തണുപ്പിൻ്റെ കാര്യം പിന്നെ എടുത്ത് പറയണ്ട. കാനഡ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ തണുപ്പാണ്. ഇത് തണുപ്പൊന്നും ആയിട്ടില്ല, തണുപ്പ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഈ ടൈമിൽ ഇപ്പോൾ ഒരു 7 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ ടെമ്പറേച്ചർ ഇനിയും കുറഞ്ഞേ വരുള്ളൂ. ഫോൾ ഏകദേശം തീരാറായി. മരങ്ങളിലൊക്കെ ഒരുവിധം ഇലകളൊക്കെ കൊഴിഞ്ഞ് കഴിഞ്ഞു. ഗായ്സ്, അങ്ങനെ നമ്മൾ നടന്ന് അവസാനം ഏകദേശം ടോപ്പിലെത്തി. കുറച്ചുകൂടി നടന്നാൽ മതി, ഏകദേശം ക്ലിയർ ആകാശമൊക്കെ കാണാം. നല്ലോണം ആവശ്യതയായി. എന്നാലും ആ വ്യൂ കാണാൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നേ. ചുമ്മാ പൊളി വൈബ് വ്യൂ ആണ് ഇവിടുന്ന്. ഫുള്ളിങ്ങനെ ഓറഞ്ച് യെല്ലോ കളറായിട്ട് ഇങ്ങനെ ഫുള്ളിങ്ങനെ ഒരു വൈഡ് ഏരിയ തന്നെ ഇങ്ങനെ ഫുൾ ഓറഞ്ച് യെല്ലോ കളറായിട്ടാണ്. സൂക്ഷിച്ചൊക്കെ നിന്നിരിക്കുന്ന നേരെ താഴേക്ക്. ഇവിടെ വേറെ ഇങ്ങനെ സേഫ്റ്റി ബാരിയേഴ്സോ സംഭവങ്ങളൊന്നും വെച്ചില്ല. എന്നാലും ഇവിടുന്ന് ആ വ്യൂ കാണാൻ നൈസാണ്. ഫുള്ളിങ്ങനെ ഒരു ഓറഞ്ച് യെല്ലോ കളറായിട്ട് കിടിലം വ്യൂ. കിടിലം വെച്ചാൽ കാനഡ വ്യൂ. നാട്ടിൽ നമ്മൾ കാണുമ്പോൾ ഫുൾ പച്ച കളറൊക്കെ ആയിരിക്കുമല്ലോ, മരങ്ങളും ഇതൊക്കെ. ഇവിടെ മൊത്തം ഇങ്ങനെ ഇപ്പോൾ ഓറഞ്ചും യെല്ലോ കളറായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു വെറൈറ്റി ഫീലാണ് ഇങ്ങനത്തെ ഒരു വ്യൂ കാണുമ്പോൾ. ഗായ്സ്, അങ്ങനെ നമ്മൾ അവസാനം റോബർട്ട്സൺ ക്ലിഫിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വ്യൂവിൽ എത്തിയേക്കാണ്. ടോപ്പ് മോസ്റ്റ് വ്യൂ ഇതല്ല, ഇനിയും അങ്ങോട്ട് കുറച്ചുണ്ട്. പറ്റുമെങ്കിൽ കയറി നോക്കണം അങ്ങോട്ട്. ഇതാണ് ആദ്യത്തെ വ്യൂ. കയറി വന്നിട്ടുള്ള ഫസ്റ്റത്തെ വ്യൂ ഇതാണ്. ഗായ്സ്, നമ്മളിത് അടുത്ത വ്യൂ പോയിന്റ് എത്താറായി. ഇതാണ് ആ വ്യൂ പോയിന്റ്.
ഓ ഇത് വേറെ പൊളി. പക്ഷെ ക്യാമറയിൽ വരെ കിട്ടില്ല, ലൈറ്റ് അവിടെ നിന്ന്. ഗൈസ് ഞാനത് റോബർട്ട്സൺ ക്ലിഫിൻ്റെ താഴെ എത്തി. നല്ല അടിപൊളി ഹൈക്കിംഗ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മുകളിൽ നിന്ന് ഇങ്ങനെ ഫുൾ വ്യൂ കാണാനൊക്കെ നല്ല രസമായിരുന്നു. നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടാവും വെയിലും സംഭവങ്ങളൊക്കെ കണ്ടിട്ട് നല്ല ചൂടായിരിക്കും എന്നൊക്കെ വിചാരിക്കേണ്ടാവും. പക്ഷെ അല്ല, ഞാൻ ഇപ്പോൾ നിൽക്കണ നോക്കിയാൽ ഒരു ഹുഡ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ തെർമൽസൊക്കെ ഇട്ടിട്ടാണ് നിൽക്കണത്. ഇവിടെ ഇപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് ആണ്, നല്ല തണുപ്പാണ്. എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു വ്യൂ ആയിരുന്നു മുകളിൽ നിന്ന്. ഇപ്പോൾ ഫോൾ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ മരങ്ങളും നല്ല ഓറഞ്ച് റെഡ് കളറായിട്ട് നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു. ഇനിയും ഇങ്ങനത്തെ അല്ല, ഇനിയിപ്പോൾ വിൻ്ററായി, ഇനി അങ്ങനെ പുതിയ കണ്ടന്റുകളും സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.